നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. സീതാംകുളിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 പേർ കൂടി പിടിയിൽ. കഞ്ചാവ് കടത്ത് കേസിൽ പ്രതികൾക്ക് 10 വർഷം തടവും പിഴയും ശിക്ഷ. ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി വിദ്യാനഗറിനെ തിരഞ്ഞെടുത്തു. ഉപജില്ലാ കായികമേളയുടെ വാർത്തകളുമുണ്ട്. എല്ലാ വാർത്തകളിലേക്കും വിശദമായി കടക്കാം. അതിനു മുമ്പ് തലക്കെട്ടുകൾ ആദ്യം കാണാം. തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ സ്വർണ്ണാഭരണം മോഷണം പോയതായി പരാതി. ദേവസ്വം ഓഡിറ്റിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുണ്ടെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. ക്ഷേത്രങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന് BJP ആവശ്യപ്പെട്ടു. സീതാംകുളിയിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ 5 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ഞായറാഴ്ച രാത്രിയാണ് സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ കെ ആണ് ശിക്ഷ വിധിച്ചത്. കാസർഗോഡ് ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി വിദ്യാനഗർ തിരഞ്ഞെടുക്കപ്പെട്ടു. സെപ്റ്റംബർ മാസത്തിൽ വിവിധ മേഖലകളിൽ മികവാർന്ന സേവനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം. വളാന്തോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടമൊരുങ്ങി. സ്കൂളിലെത്തുന്നവർക്ക് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറുകയാണ് പൂന്തോട്ടം. മഞ്ചേശ്വരം കടമ്പാറിൽ യുവദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആത്മഹത്യക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ബേക്കൽ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് സമാപനം. ഉദുമ GHSS ഓവറോൾ ചാമ്പ്യന്മാർ. ഹോസ്ദുർഗ് ഉപജില്ലാ കായികമേള 2 ദിവസം പിന്നിടുമ്പോൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ സ്വർണ്ണാഭരണം മോഷണം പോയതായി പരാതി. ദേവസ്വം ഓഡിറ്റിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുണ്ടെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. ക്ഷേത്രങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന് BJP ആവശ്യപ്പെട്ടു. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നിന്ന് 13 വർഷം മുമ്പ് കാണാതായ സ്വർണം ഇനിയും വീണ്ടെടുക്കാനായില്ല. ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ച സ്വർണമാണ് കാണാതായത്. ആഭരണം ലഭിച്ചതായി ദേവസ്വം രജിസ്റ്ററിലുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറും മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന TM സത്യനാരായണന് നേരെയാണ് ഗുരുതരാരോപണം ഉയരുന്നത്. 14.670 ഗ്രാം സ്വർണം കാണാനില്ലെന്ന് 2011-12 സംസ്ഥാന ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. സ്വർണ്ണാഭരണം കാണാതായ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറും ഇടത് യൂണിയൻ അംഗമായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലത്താണ് സംഭവം എന്നതിനാലാണ് നടപടി ഉണ്ടാകാത്തതെന്നും ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്നും BJP കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ആരോപിച്ചു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണാഭരണം മോഷണം പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വ്യക്തമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് കുറച്ച് കാലമായി, എന്നിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇതിൽ ശക്തമായിട്ടുള്ള നടപടി ആവശ്യമാണ്. മുഖം നോക്കാതെയുള്ള ഉത്തരവാദപ്പെട്ട ആൾക്കാർ ആരാണോ ഇതിന് ഉത്തരവാദി അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഇതിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ മാത്രമാണ്. ഈ റിപ്പോർട്ട് പുഴുത്തി വച്ചിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ദേവസ്വം വിങ്ങിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇത് പുറത്ത് വന്നിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ മലബാർ ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ ഫണ്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത് വിടാൻ, പരസ്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് ഭക്തജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം കാത്തുസൂക്ഷിക്കാനും അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഭരണം സുതാര്യത വരുത്താനും ഈ കട്ട് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കാനും ഇത് ആവശ്യമാണെന്ന്
ഞങ്ങൾ കരുതുകയാണ്. സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ ഒരു വിഷയം അവിടെയുണ്ട് എന്ന്. അതുകൊണ്ടാണ് പരസ്യമായിട്ടിത് പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇപ്പോഴും ഇത് പറയാൻ തയ്യാറാകുമായിരുന്നില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ലോക്കൽ ഓഡിറ്റ് റിപ്പോർട്ട്, ക്ഷേത്ര ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത് വിടാൻ, പരസ്യപ്പെടുത്താൻ തയ്യാറാകണം. ഏതൊക്കെ ക്ഷേത്രത്തിൽ എന്തൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അതുവഴി സാധിക്കും. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഇതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പലരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്. തൃക്കണ്ണാട് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാലയളവിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ ഇടതുപക്ഷ യൂണിയൻ്റെ ഒരു നേതാവാണ്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നടപടിയെടുക്കാത്തത്. ആ നടപടിയെടുക്കാത്തത് ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സ്വർണത്തിന്റെ വിപണി വില സത്യനാരായണൻ അടക്കണമെന്നായിരുന്നു ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം. ഇതിനിടെ ക്ഷേത്രത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ മറ്റു ക്ഷേത്രങ്ങളിലും അഴിമതി നടത്തിയതായ ആരോപണത്തിൽ മലബാർ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സീതാങ്കുളിയിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ 5 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ഞായറാഴ്ച രാത്രിയാണ് സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സീതാംകുളിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 പേർ കൂടി അറസ്റ്റിൽ. കുതിരപ്പാടി സ്വദേശികളായ മഹേഷ്, പുറന്താശെട്ടി, KR രജീഷ്, K അജിത് കുമാർ, K സത്യരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ASP M നന്ദഗോപന്റെ നേതൃത്വത്തിൽ കുമ്പള പോലീസ് ഇൻസ്പെക്ടർ PK ജിജീഷും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതികളിൽ ഒരാളായ വേള ചൌക്കാർ ഹൗസിലെ P അക്ഷയ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഇയാൾ റിമാൻഡിലാണിപ്പോൾ. ഞായറാഴ്ച രാത്രി 11:30 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ബദിയടുക്കയിലെ മത്സ്യവില്പനക്കാരനായ അനിൽകുമാറാണ് ആക്രമണത്തിനിരയായത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം സംബന്ധിച്ച ചർച്ച ചെയ്യുന്നതിനിടയിൽ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. മംഗളൂരുവിലെ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് അനിൽകുമാറിന്റെ കഴുത്തിൽ തറച്ച കത്തി നീക്കം ചെയ്തത്. കേസിൽ ഇനി 8 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. സംഘം സഞ്ചരിച്ച 2 വാഹനങ്ങൾ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ K ആണ് ശിക്ഷ വിധിച്ചത്. ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 22.5 കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയ കേസിൽ 3 പ്രതികൾക്ക് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ K 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവും അനുഭവിക്കണം. 2022 ഫെബ്രുവരി 4 രാത്രി കാസർഗോഡ് ചൌക്കി പെട്രോൾ പമ്പിന് സമീപം ദേശീയപാതയിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയ കേസിലാണ് നെല്ലിക്കട്ട ആമോസ് നഗറിൽ താമസിക്കുന്ന അബ്ദുൾ റഹ്മാൻ പെരുമ്പളക്കടവ്, കബീർ മൻസിലിൽ അഹമ്മദ് കബീർ CA ആദൂർ, കണ്ടറിൽ പോക്കറടുക്ക മൻസിലിൽ മുഹമ്മദ് ഹാരിസ് KP എന്നീ പ്രതികൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. അന്നത്തെ കാസർഗോഡ് സബ് ഇൻസ്പെക്ടറായിരുന്ന മധുസൂദൻ P-യും SI കൃഷ്ണൻ കൊട്ടിലക്കണ്ടിയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായിരുന്ന ഫിലിപ്പ് തോമസ്, സുരേഷ്, സനീഷ് ജോസഫ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കഞ്ചാവും വാഹനം ഉൾപ്പെടെ പ്രതികളെ അറസ്റ്റ് ചെയ്തതും കോടതിയിൽ ഹാജരാക്കിയതും. തുടരന്വേഷണം നടത്തിയത് വിദ്യാനഗർ ഇൻസ്പെക്ടറും ഇപ്പോൾ ബേക്കൽ സബ് ഡിവിഷൻ DVSPയുമായ VV മനോജും തുടർന്ന് അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കാസർഗോഡ് ഇൻസ്പെക്ടറായ P അജിത് കുമാറാണ്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ചന്ദ്രമോഹൻ G, അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി വിദ്യാനഗർ തിരഞ്ഞെടുക്കപ്പെട്ടു. സെപ്റ്റംബർ മാസത്തിൽ വിവിധ മേഖലകളിൽ മികവാർന്ന സേവനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം. 2025 സെപ്റ്റംബർ മാസത്തിൽ വിവിധ മേഖലകളിൽ മികവാർന്ന സേവനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് സ്റ്റേഷനുകളെയും കാസർഗോഡ് ജില്ലാ പോലീസ് കാര്യാലയത്തിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPS മൊമെന്റോയും പ്രശംസാപത്രവും നൽകി അനുമോദിച്ചു. വിവിധ മേഖലകളിലെ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചതിന് ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇൻസ്പെക്ടർ വിപിൻ UP ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി. രണ്ടാമതായി കുമ്പള പോലീസ് സ്റ്റേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇൻസ്പെക്ടർ ജിജേഷ് PK ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി. കോമ്പിംഗ് ഓപ്പറേഷനിലെ മികച്ച പോലീസ് സ്റ്റേഷനായി ബേക്കൽ പോലീസ് സ്റ്റേഷനും രണ്ടാമതായി മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടം ഒരുങ്ങി. സ്കൂളിൽ എത്തുന്നവർക്ക് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറുകയാണ് പൂന്തോട്ടം. വളാന്തോട് ഗവൺമെന്റ് സ്കൂളിലെത്തുന്നവർക്ക് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചയാണ് ഈ ഉദ്യാനം. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് മനോഹരമായ പൂന്തോട്ടം ഒരുങ്ങിയത്. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ മുൻവശം വൃത്തിയാക്കിയാണ് വിദ്യാർത്ഥികൾ ഉദ്യാനമൊരുക്കിയത്. നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ്സ് ആണ്. എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ചെടികളും പൂക്കളൊക്കെ നട്ട് വളർത്തി അതിനെ നല്ല രീതിയിൽ പരിപാലിക്കാറുണ്ട്. നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ എല്ലാം തരിശ് ഭൂമിയായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ഇത് നമ്മൾ നന്നായി നട്ട് വളർത്തി ഇവിടെ ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. പൂക്കളൊക്കെ വരുന്നത് നമുക്കൊരു അതിയായ സന്തോഷമുണ്ട്. രാവിലെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ പൂക്കളൊക്കെ വിരിഞ്ഞ് കാണുമ്പോൾ ഒരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇനിയും ഇവിടെ കുറേ സ്ഥലമുണ്ട്. നമ്മൾ അതിലെല്ലാം ചെടികളും പൂക്കളൊക്കെ നട്ട് വളർത്തി സ്കൂളിനെയും എല്ലാത്തിനെയും നല്ല രീതിയിൽ പരിപാലിക്കും. 3 സെന്റ് സ്ഥലത്താണ് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ സമൃദ്ധമായിരിക്കുന്ന പൂന്തോട്ടമുള്ളത്. റോസ്, ചെണ്ടുമല്ലി, വാടാർമല്ലി, ഡാലിയ, 4 മണിപ്പൂവ്, കോളാമ്പിപ്പൂവ് അങ്ങനെ വിവിധ തരം പൂക്കളാണ് ഉദ്യാനത്തിലുള്ളത്. സ്കൂളിൽ ഇത്തിരി നേരത്തെ എത്തി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിലെ കുട്ടികൾ പൂന്തോട്ടത്തെ പരിപാലിക്കും. വളാന്തോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ പുതിയ ബിൽഡിംഗ് ആയതിനു ശേഷം അതിൻ്റെ മുൻവശത്ത് അവരെ വൃത്തിയാക്കി നട്ട പൂന്തോട്ടമാണ് കാണുന്നത്. നമുക്ക് കുറച്ചും കൂടി മറ്റു സഹായങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വ്യാപിപ്പിക്കാം. ഇത്രയെല്ലാം കൃഷികളും അതിൻ്റെ പുറകിൽ വാഴക്കൃഷി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂക്കളുണ്ട്. സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്ത് കൂടി ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹായങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നു. സ്കൂൾ മുൻവശം കൂടി കുറച്ചും കൂടി ഭംഗിയാക്കി മാറ്റാൻ വേണ്ടി പുതിയ ഗേറ്റിനോട് കൂടി ചേർന്ന് ഒരു പൂന്തോട്ടം കൂടി നിർമ്മിക്കാനുള്ള സഹായം കൂടി പ്രതീക്ഷിക്കുന്നു. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, രാജപുരം. മഞ്ചേശ്വരം കടമ്പാറിൽ യുവദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആത്മഹത്യക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. കടമ്പാർ ചമ്പപ്പദവിലെ അജിത്, ഭാര്യ അധ്യാപികയായ ശ്വേത എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ആത്മഹത്യ ചെയ്തത്. നാടിനെ നടുക്കിയ ആത്മഹത്യയിൽ മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ആത്മഹത്യയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് കുടുംബാംഗങ്ങളും പരിസരവാസികളും പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെക്കുറിച്ചുമാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തിവരുന്നത്.
പക്ഷെ ഒരു മരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ചോദിക്കുമ്പോൾ, ഇവിടെ ഈ ചുറ്റുവട്ടത്ത് ചോദിക്കുമ്പോൾ ഒരു ഫൈനാൻസുകാരുടെ പ്രശ്നം ഉണ്ടായിന്. അപ്പോൾ ആ ഫൈനാൻസുകാർ എന്തോ സംസാരിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള സിദ്ദീഖാജും ലത്തീഫാജും അവരുടെ കൂടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇത് സംസാരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പൈസയും വേണം അവനും വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭീഷണിയാണ് ഇയാൾ മരിക്കാനുള്ള കാരണം. കൂടാതെ മുന്നാന്ന് ആ ടീച്ചറിന് ഏതോ 2 പെണ്ണുങ്ങളും കൂടി വന്ന് അടിച്ചു പോയിന്, തൊട്ടടുത്ത വീട്ടിൻ്റെ മുകളിൽ അടിച്ചു പോയിന്. അതടുത്ത് അവിടുത്തെ ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ നാട് കണ്ണീരിലായിപ്പോയി. ഏറ്റവും വലിയ ദുഃഖത്തിലാണ് നമ്മുടെ നാടായിപ്പോയത്. പുറത്തെ ഇതോടൊപ്പം മരിച്ച ശ്വേതയുമായി 2 സ്ത്രീകൾ വാക്കുതർക്കത്തിലേർപ്പെടുന്ന CCTV വീഡിയോ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് 2 സ്ത്രീകൾ വീട്ടിന് സമീപത്ത് വെച്ചായിരുന്നു ശ്വേതയുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിയുകയായിരുന്നു. എന്നാൽ ശ്വേതയുമായി തർക്കത്തിലേർപ്പെട്ടത് പണമിടപാടുകാരായ സ്ത്രീകളല്ലെന്നും ഇവരുടെ കുടുംബവുമായി അടുത്തു പരിചയമുള്ളവരാണെന്നുമാണ് പറയപ്പെടുന്നത്. ഇവരിൽ ഒരാൾ 2 വർഷം മുൻപ് 8 പവൻ സ്വർണം ശ്വേതയ്ക്ക് നൽകി സഹായിച്ചിരുന്നു. എന്നാൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത് തിരികെ നൽകിയില്ല. തുടർന്ന് സഹോദരിമാരായ 2 സ്ത്രീകളും കൂടി തിങ്കളാഴ്ച വൈകുന്നേരം ഇവരുടെ വീട്ടിലെത്തി സ്വർണം ആവശ്യപ്പെടുകയും അത് കയ്യിലില്ലെന്നും മുൻപേ വിറ്റിരുന്നതായും ശ്വേത പറഞ്ഞപ്പോൾ വാക്കുതർക്കവും കയ്യേറ്റവും ഉണ്ടാകുകയായിരുന്നുവെന്നാണ് വിവരം. ഇക്കാര്യങ്ങളിലെല്ലാം പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തത വരികയുള്ളൂ. അജിത്തിന് സഹകരണ ബാങ്കിലും കടബാധ്യതയുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ച ദിവസം തന്നെ ഇയാളുടെ ഫോണിലേക്ക് പണമിടപാടുകാരുടേതെന്ന് സംശയിക്കുന്ന ഫോൺ വിളിയും വന്നതായും സൂചനയുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 3 ദിനങ്ങളിലായി ഉദയനഗർ ഹൈസ്കൂളിൽ നടന്ന ബേക്കൽ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി. ഉദുമ GHSS 271 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. 3 ദിവസങ്ങളിലായി ഉദയനഗർ ഹൈസ്കൂളിൽ നടന്ന ബേക്കൽ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി. ഉദുമ GHSS 271 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. 119 പോയിന്റ് നേടി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 118 പോയിന്റ് നേടി പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും നേടി. ഗ്രൂപ്പ് വിഭാഗം LP മിനി, തച്ചങ്ങാട് ഹയർ സെക്കൻഡറി, LP കിഡ്ഡീസ്, പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ, UP കിഡ്ഡീസ്, പുല്ലൂർ ഗവൺമെന്റ് UP, സബ് ജൂനിയർ വിഭാഗം ബാര GHS, ജൂനിയർ വിഭാഗം GHSS ഉദുമ, സീനിയർ വിഭാഗം GHSS ഉദുമയും വിജയികളായി. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ കായികമേളയുടെ ഒളിമ്പിക്സ് എന്ന പേരിട്ടുകൊണ്ട് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെ വളരെയധികം വാശിയേറിയ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാവി ഭാരതത്തിൽ മുതൽക്കൂട്ടാവുന്ന കായിക താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനാണ് സ്കൂൾ കായികമേളകൾ നമുക്ക് ആ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ സ്കൂൾ കായികമേളകളിൽ പങ്കെടുപ്പിച്ച് പിന്നീട് സബ് ജില്ലാ, ജില്ലാ കായിക മേളകളിൽ പങ്കെടുക്കുന്നതോടെ അവർക്ക് നല്ല ആത്മവിശ്വാസവും അതേപോലെ തന്നെ അവരുടെ നല്ല പരിശീലനത്തിലൂടെ അവരെ വളർത്തിയെടുക്കാനും കഴിയുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, AO K സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സീത, ചന്ദ്രൻ കരിച്ചേരി, അഡ്വക്കേറ്റ് MK ബാബുരാജ്, A ഷീബ, ബിന്ദു പെരളം, A സന്തോഷ് കുമാർ, KV ഗോപാലൻ, കതീഷ് തടത്തിൽ, KV സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. Adinal Kanyanadu. Furnish your home. Furnish your life. Mansoor Hospital and School of Nursing, Kanyanadu. Phone 0467 220 2070. 7 lives. Mansoor Hospital. Dedication, determination and dignity.
വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന 67ാമത് ഹൊസ്ദുർഗ് ഉപജില്ലാ കായികമേള 2 ദിവസം പിന്നിടുമ്പോൾ 72 ഇനങ്ങൾ പൂർത്തിയായി. 24 സ്വർണവും 18 വെള്ളിയും 6 വെങ്കലവുമായി 191 പോയിന്റുകൾ നേടി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്ത് തുടരുന്നു. 100 മീറ്ററിൽ എ രോഹിതയും മിനി ബോയ്സ് പഠനക്കാട് ഐഡിയൽ സ്കൂളിലെ മുഹമ്മദ് സൈനും, സീനിയർ ഗേൾസ് ലോങ് ജമ്പിൽ ദുർഗയിലെ പ്രസീല ടർക്കിയും, സീനിയർ ബോയ്സ് ഹൈ ജമ്പിൽ വി മഹിത് കൃഷ്ണനും, ജൂനിയർ ഗേൾസ് 3000 മീറ്ററിൽ ജെ അപർണയും, ജൂനിയർ ബോയ്സ് ഡിസ്കസ് ത്രോയിൽ മടിക്കേ സെക്കൻഡിലെ അമ്മയ് പാർവണും എന്നിവർ 1ാം സ്ഥാനം നേടി. കഴിഞ്ഞ 8-ാം തീയതി ആരംഭിച്ച ഹൊസ്ദുർഗ് ഉപജില്ലാ കായികമേള വളരെ മികച്ച രീതിയിൽ നമ്മുടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരികയാണ്. ഉപജില്ലയിലെ വിവിധ 90ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി ഏകദേശം 4000-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കുന്ന മേള 3ാം ദിവസം പിന്നിടുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 72 ഇനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടാകുമ്പോൾ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ 191 പോയിന്റോട് കൂടിയിട്ട് മുന്നിൽ നിൽക്കുകയാണ്. തൊട്ട് 2ാം സ്ഥാനത്തായിട്ട് ഹോളി ഫാമിലി HSS രാജപുരം 68 പോയിന്റോട് കൂടി 2ാം സ്ഥാനത്തും, അതേപോലെ 51 പോയിന്റോട് കൂടി കക്കാട്ട് HSS 3ാം സ്ഥാനത്തും നിൽക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ ഗ്രൗണ്ടിൻ്റെ ചില പരിമിതികളൊക്കെ പരിമിതികളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത്ലറ്റുകളുടെ പ്രകടനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആൾക്കാരുടെയും ഒരു പൂർണ്ണമായ സഹകരണത്തോടുകൂടിയാണ് ഈ സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല അച്ചടക്കത്തോടു കൂടി നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്ന ഈ കായികമേള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 11ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ കായികമേളയുടെ സമാപനമാണ്. സമാപന സമ്മേളനത്തിൽ വിവിധ മേഖലയിലുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ ഈ കായികമേള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മേളയുടെ 3ാം ദിനത്തിൽ കായിക മേഖലയിൽ സ്കൂളിനും സംസ്ഥാന തലത്തിലും മികച്ച സംഭാവനകൾ നൽകിയ ഈ അധ്യയന വർഷം വിരമിക്കുന്ന കായിക അധ്യാപകൻ കെ വിജയകൃഷ്ണൻ മാഷിന് സ്കൂൾ PTA കമ്മിറ്റി പ്രസിഡന്റ് EV ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ N വേണുനാഥൻ, HMP സുമ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. PTA പ്രസിഡന്റ് EV ജയകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് നാരായണൻ മുത്തൽ എന്നിവർ പൊന്നാടയണിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഭൂ രജിസ്ട്രേഷനിൽ പ്രതിസന്ധി. ചില വില്ലേജുകളിൽ വസ്തു കൈമാറ്റം പൂർണ്ണമായും നിർത്തിവെച്ചു. ഇതോടെ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ നൽകിയവർ ആശങ്കയിലാണ്. കാസർഗോഡ് ജില്ലയിൽ കുമ്പള, തളങ്കര, മൊഗ്രാല്, ബംബ്രാണ എന്നീ വില്ലേജുകൾക്ക് കീഴിലുള്ള ആധാരങ്ങൾ ചെയ്തു നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. രജിസ്ട്രേഷൻ സാധ്യമല്ലെങ്കിൽ പിന്നെന്തിനാണ് രജിസ്റ്റർ ഫീസ്, സ്റ്റാമ്പ് പേപ്പറിന്റെ പണം എന്നിവ ഉൾപ്പെടെ അടപ്പിച്ചതെന്നാണ് ഇവരുടെ ചോദ്യം. ആധാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പേര് ഗൾഫിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നാളെ രാവിലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ടിയിരുന്നത്, സാധാരണ ഒരു നിയമം വരുന്നുണ്ടാകുമ്പോൾ ഒരാഴ്ച സമയം കൊടുക്കണം. ഇത് നോട്ട് നിരോധനം പോലെ ജനങ്ങൾ മൊത്തം വലയുന്നുണ്ട്. ഇവിടെ തളങ്കര, മൊഗ്രാല്, പിന്നെ ബംബ്രാണ, കുമ്പളയിലുള്ള ബംബ്രാണ, ഈ 3 സ്ഥലത്താണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള പ്രശ്നമുള്ളത് സ്ഥലം. ഇത് സാധാരണ രീതിയിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഒരാഴ്ചയെങ്കിലും കൊടുക്കണം ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ചെയ്യാനുള്ള അതിന് മാറ്റം. അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ കൊടുക്കാതിരിക്കുക ഒന്നുകിൽ, അല്ലെങ്കിൽ തണ്ടപ്പേര് തരാതിരിക്കുക. ഇതൊന്നും കൂടാതെ എല്ലാം ചെയ്തിട്ട് രാവിലെ വന്നിട്ട് ഇവിടെ ആധാരത്തിന് വരുന്നത് ദുബായ് നാളും വന്നിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടാകുമ്പോൾ ഇവിടെ തരുന്നില്ല. ജനങ്ങളോട് ചെയ്യുന്ന വളരെ വലിയൊരു അക്രമമായിട്ടാണ് ഇത് കാണുന്നത്. ഈ ഓർഡർ ഉത്തരവിട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. രജിസ്ട്രാർ ഓഫീസർ പറയുന്നത് എനിക്കറിയില്ല, രാവിലെ വന്ന ഉത്തരവാണ്. ഇന്നലെ വൈകുന്നേരം എടുക്കുന്ന സ്റ്റാമ്പ് പേപ്പർ എടുക്കുന്നത് വരെ നിയമം വന്നില്ല എന്ന് പറയുന്നു. അപ്പൊ സ്റ്റാമ്പ് പേപ്പർ തരേണ്ട ആവശ്യമില്ല. സാധാരണ ഒരാഴ്ച നീട്ടി കൊടുക്കുക, ഒരാഴ്ച കഴിയും. ആദ്യ ദിനത്തിൽ തന്നെ 30-ലധികം ആധാരങ്ങളാണ് രജിസ്ട്രേഷൻ നടത്താതെ മുടങ്ങിയത്. ഡിജിറ്റൽ സർവേ, സാറ്റലൈറ്റ് സർവേ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. പൊടുന്നനെ വന്ന ഉത്തരവിൽ ഉദ്യോഗസ്ഥർക്കും ആശയക്കുഴപ്പമുണ്ട്. എടുത്ത സ്റ്റാമ്പ് പേപ്പർ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം തരണം. ഇനിയിപ്പോൾ ഏതായാലും കുറേ നഷ്ടം വന്ന് ഇന്ന് ആധാരം ചെയ്ത് നാളെ തിരിച്ചു പോകേണ്ടി അവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ അവർ വീണ്ടും തിരിച്ചു വേണ്ടി വരും. ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ രജിസ്ട്രേഷൻ നടക്കുന്നില്ല. യഥാർത്ഥം പറഞ്ഞിട്ടാണെങ്കിൽ അവരെല്ലാവരും കൈമലർത്തുകയാണ്. എന്ത് ചെയ്യണം അറിയാതെ.
എടുത്ത മുദ്രപേപ്പറുകൾക്ക് കാലാവധി നീട്ടി നൽകണമെന്നും റിട്ടേൺ തുക എത്രയും വേഗം ലഭ്യമാക്കണമെന്നും നിലവിലെ പ്രതിസന്ധി അധികാരികൾ ഇടപെട്ട് പരിഹരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോഴിക്കോട് നിന്ന് മത്സ്യം കയറ്റി വന്ന ലോറി ദേശീയപാതയിലെ ചെറുവത്തൂർ മയ്യച്ചയിൽ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെറുവത്തൂർ ദേശീയപാതയിലെ മയ്യച്ചയിലാണ് മത്സ്യം കയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞത്. ഇടതുകൈയുടെ ഷോൾഡറിന് പരിക്കേറ്റ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ജുനൈബിനെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടം. കോഴിക്കോട് നിന്നും മംഗളൂരുവിലേക്ക് കുഞ്ഞൻ മത്തി കയറ്റി വന്ന ലോറി മയ്യച്ചക്കും വീരമലക്കുന്നിനുമിടയിലെ ദേശീയപാതയോരത്തെ ഡിവൈഡറുകളിൽ തട്ടി താഴേക്ക് തലകീഴായി മറിയുകയായിരുന്നു. കോഴിക്കോട് പുതിയാപ്പയിലെ കെ രാജന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ചന്ദേര പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി. പെട്ടികളിൽ നിറച്ച മീൻ മാറ്റിയ ശേഷം ഉച്ചയോടെ ലോറി നീക്കി. ഉറുമേസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തീരം തൊടാതെ തീരദേശ ഹൈവേ. കാസർഗോഡ് ജില്ലയിൽ തീരദേശ ഹൈവേ നിർമ്മാണം സ്ഥലനിർണയത്തിനായി സ്ഥാപിച്ച കുറ്റികളിൽ ഒതുങ്ങുന്നു. പലയിടങ്ങളിലും തീരദേശ മേഖലകളിൽ കുറ്റികൾ കടലെടുക്കുന്ന അവസ്ഥയിലാണ്. തീരദേശ ഹൈവേ തീരം തൊടാതെ വർഷങ്ങൾ പിന്നിടുന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ കാണുന്ന സ്ഥലനിർണയ കുറ്റികൾ. ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ വലിയ പറമ്പിലും അജാനൂരിലും ഉദുമയിലും കാഞ്ഞങ്ങാട്ടും മൊഗ്രാലിലുമെല്ലാം തീരദേശ ഹൈവേക്കായി സ്ഥാപിച്ച കുറ്റികൾ പുഴയരികിലും കടലോരത്തുമായി നോക്കുകുത്തികളായി മാറിയിട്ട് 3 വർഷം പിന്നിടുകയാണ്. പിണറായി സർക്കാർ പ്രഖ്യാപിച്ച തീരദേശ ഹൈവേ ഈ സർക്കാരിന്റെ ഭരണകാലത്ത് യാഥാർത്ഥ്യമാകില്ലെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. യാതൊരു പ്രതീക്ഷയുമില്ലെന്ന് തീരദേശവാസികൾ പറഞ്ഞു. ഞങ്ങൾ തീരദേശവാസികൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശവാസികൾ വളരെ പ്രതീക്ഷയോടുകൂടി കേട്ടൊരു കാര്യമാണ് തീരദേശ ഹൈവേ, കോസ്റ്റൽ ഹൈവേ. ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് ഇന്നും കാത്തിരിക്കുന്ന ഒരു ഹൈവേ തന്നെയാണ് തീരദേശ ഹൈവേ. പക്ഷേ ഈ തീരദേശ ഹൈവേ എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു പതിറ്റാണ്ടാകാൻ പോവുകയാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ വളരെയധികം സന്ദേഹമുണ്ട്. കാരണം തീരദേശ ഹൈവേക്ക് വേണ്ടിയിട്ട ആ കുറ്റികൾ പോലും വർഷാവർഷം വർഷകാലത്തിൽ വരുന്ന കടൽക്ഷോഭത്തിൽ 10-20 മീറ്റർ കടൽ ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന പ്രതിഭാസം തുടരുന്നതുകൊണ്ട് തീരദേശ ഹൈവേക്ക് വേണ്ടി ഇട്ട കുറ്റികൾ പോലും ഏകദേശം കടലെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തീര സംരക്ഷണം നടന്നെങ്കിൽ മാത്രമേ ഈ തീരദേശ ഹൈവേക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. കാരണം തീരദേശ ഹൈവേ വന്നു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് തന്നെ ചിലപ്പോൾ തീരദേശ ഹൈവേ എന്ന ഇത്രയും കോടികൾ ചെലവാക്കിയുള്ള പ്രൊജക്റ്റ് തന്നെ കടൽക്ഷോഭത്തിൽ കടലെടുത്തു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകണം, എത്രയും വേഗം യാഥാർത്ഥ്യമാകണം എന്ന് തന്നെയാണ് തീരദേശവാസികളുടെ സ്വപ്നം. പക്ഷേ അത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ വളരെ സംശയമുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. തുടർ പ്രവർത്തനങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല. 2 പാലങ്ങൾ, അഴിമുഖത്തിന് കുറുകെയുള്ളൊരു പാലം, പിന്നെ രാമന്തളി വഴി വരുന്നൊരു പാലവും. ഈ 2 പാലങ്ങൾ ഞങ്ങൾ നാടിന്, പ്രത്യേകിച്ച് എൻ്റെ വലിയോർമ്മ പഞ്ചായത്തിന് തന്നെ വളരെ നേട്ടങ്ങൾ തരുന്ന പാലങ്ങൾ തന്നെയാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരദേശവാസികൾ ഇപ്പോഴും സന്ദേഹത്തിൽ തന്നെയാണ്. KRFBക്കാണ് റോഡിന്റെ നിർമ്മാണ ചുമതല. വലിയ പറമ്പിലെ പാണ്ഡ്യാലക്കടവ് മുതൽ കാസർഗോഡ് മൊഗ്രാൽ വരെ 56 കിലോമീറ്റർ ദൂരത്തിലാണ് തീരദേശപാത കടന്നു പോകേണ്ടത്. റോഡ് പോകുന്ന ഇടങ്ങളിൽ കടലേറ്റ ഭീഷണി ചെറുത്ത് തീരസംരക്ഷണം ഉറപ്പാക്കൽ, സ്ഥലം ഏറ്റെടുക്കൽ, തടസ്സവാദങ്ങളില്ലാത്ത കൃത്യമായ രൂപരേഖ തയ്യാറാക്കൽ തുടങ്ങിയവയൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെ 15 മീറ്റർ വീതിയിൽ നിർമ്മിക്കേണ്ട തീരദേശ ഹൈവേ ജലരേഖയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുസ്ലിം ലീഗ് ചെറുവത്തൂർ കൊവ്വൽ ശാഖാ സമ്മേളനം ഒക്ടോബർ 11-12 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 വനിതാ സംഗമവും പഠന ക്ലാസും വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർസാന ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2 പുഡിംഗ് ആൻഡ് മെഹന്തി മത്സരങ്ങൾ നടക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങൾ നടത്തും. ഷംസീർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 മണിക്ക് നടക്കുന്ന പ്രവാസി സംഗമം സീനിയർ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പള്ളിക്കണ്ടം ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 12 രാവിലെ 10:30 നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് മുസ്ലിം ജില്ലാ ലീഗ് സെക്രട്ടറി TCA റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും.
വൈകുന്നേരം ചെറുവത്തൂർ ടൗണിൽ നിന്നും പ്രകടനവും കോവലിൽ പൊതുസമ്മേളനവും നടക്കും. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തും. TKC അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷത വഹിക്കും. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി, സെക്രട്ടറി സത്താർ വടക്കുംപാട്, ട്രഷറർ ലത്തീഫ് നീലഗിരി തുടങ്ങിയവർ പങ്കെടുക്കും. മെഗാ ദഫ്മുട്ട്, പെനാൽറ്റി ഷൂട്ടൌട്ട് ഉൾപ്പെടെ വിവിധ കലാകായിക പരിപാടികൾ നടക്കും. കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ടൗണിൽ നിന്നും ഒരു പ്രകടനമായിട്ട് യോഗസ്ഥലത്തേക്ക് കോവിലെ PM അബ്ദുൽ ഗഫൂർ നാളെ ശബ്ദമാക്കിയ ആളുകളിലേക്ക് പ്രകടനം എത്തിച്ചത്. അതിനുശേഷമാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത്. അതിനും 11-ാം തീയതി തന്നെ ഒരു പ്രവാസി സംഗമവും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാസികൾ ഒരുപാട് ഉള്ള ഒരു പഞ്ചായത്താണ് ചെറുപ്പൂർ പഞ്ചായത്ത്. അതുകൊണ്ട് പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനവും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ TKC അബ്ദുൽ ഖാദർ ഹാജി, കൺവീനർ PMH കുഞ്ഞബ്ദുള്ള, ശാഖാ പ്രസിഡന്റ് TM അബ്ദുൽ സലാം, ട്രഷറർ MKS തങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അക്കാദമിക് ഓഡിറ്റോറിയം കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അക്കാദമിക് ഓഡിറ്റോറിയം കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വളർച്ചയുടെ ഇന്ന് 5 കോടി രൂപ ചെലവ് PM ഉഷ പ്രകാരം ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നടക്കുമെന്നാണ് നിർവഹിച്ചത്. അത് കേരളത്തിലെ വളരെ പ്രശസ്തമായ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് അതിൻ്റെ ബാധ്യതപ്പെടുന്നത്. അതിന് നിർമ്മാണ ചുമതല ഇവിടെ ഒരു കരാറുകാരൻ അദ്ദേഹം മുഹമ്മദ് ഹാരിസ് അദ്ദേഹം ഒരാഴ്ച കൊണ്ട് പണി ആരംഭിക്കും. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ അധ്യക്ഷത വഹിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജഗദീഷ് M റിപ്പോർട്ട് അവതരിപ്പിച്ചു. റീജ രാജേഷ്, ഡോക്ടർ ഷാഹുൽ ഹമീദ്, K ബിജു, നീനു സുരേഷ്, ശ്യാംകുമാർ S, VV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വിനോയ് ജോസഫ് സ്വാഗതവും വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ. ഒരിടവേള കൂടി. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും.
the happiest family. Bedroom interior. വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. ഗ്ലാസ്, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. 35 വർഷത്തെ സേവനത്തിന് ശേഷം ഹോസ്ദുർഗ് ബീഡി തൊഴിലാളി സഹകരണ സംഘം അലാമിപ്പള്ളി ബ്രാഞ്ചിൽ നിന്നും വിരമിച്ച പി ജാനുവിന് യാത്രയയപ്പ് നൽകി. ഡിവി അമ്പാടി ഉദ്ഘാടനം ചെയ്തു. 35 വർഷത്തെ സേവനത്തിന് ശേഷം ഹോസ്ദുർഗ് ബീഡി തൊഴിലാളി സഹകരണ സംഘം അലാമിപ്പള്ളി ബ്രാഞ്ചിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ബീഡി തൊഴിലാളി പി ജാനുവിന് യാത്രയയപ്പ് നൽകി. ഡിവി അമ്പാടി ഉദ്ഘാടനം ചെയ്തു. ജീവിതകാലവും അവരെത്ര കാലം ജീവിക്കുന്നുവോ അത്രയെല്ലാം അവരുടെ ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള PF പെൻഷനായാലും അതുപോലെ ക്ഷേമനിധി ആനുകൂല്യങ്ങളായാലും ഇതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതൊന്നും ഓർക്കാറില്ല. പോയാൽ പോയി. ഈ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞാൽ അതിന് സമയം കിട്ടാറില്ല അവർക്ക്. അപ്പം ഈ നിലയിലേക്കാണ് നമ്മുടെ തൊഴിലാളികളുടെ മനോഭാവം മാറി പോകുന്നത്. അപ്പം ഇനിയെങ്കിലും അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. ജാനുവിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. ജാനു ബീഡി മേഖലയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ കമ്മിറ്റി യോഗങ്ങളിലും അതുപോലെ അതിൻ്റെ പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം ജാനു പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ബ്രാഞ്ചിൻ്റെ കൺവീനറായിരുന്നു. ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് വേറൊരാൾ വരേണ്ടി വരും. അപ്പോൾ ജാനു ഇനിയിപ്പോൾ കിഴക്കൻകരയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇല്ല വർക്ക് നടത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതൊരു പ്രയാസമുള്ള കാര്യമാണ്. ഏതായാലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരാളുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അതിൽ ഉൾക്കൊണ്ട് അവരെ തൊഴിലാളികളെ ആകെ നമുക്കൊന്നിച്ച് കൊണ്ടുപോകണമെന്ന മനോഭാവമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവർ വന്ന് ഇതുമായിട്ട് ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. ടി വി ബേബി അധ്യക്ഷത വഹിച്ചു. MV രാഘവൻ, NV ബാലൻ, KV ജയപാലൻ, സംഘം സെക്രട്ടറി വിനീത്, ശാന്ത, കുമാരൻ, KP നാരായണൻ, KP ഹരീന്ദ്രൻ, സരോജിനി എന്നിവർ സംസാരിച്ചു. TK ഗീത സ്വാഗതം പറഞ്ഞു. പി ജാനു നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സെന്ന ഹെഗ്ഡെയുടെ സംവിധാനത്തിൽ ഒരുക്കിയ അവിഹിതം എന്ന ചലച്ചിത്രത്തിന്റെ പ്രീമിയർ ഷോ നടന്നു. കേരളത്തിലെ പല തിയേറ്ററുകളിലും പ്രീമിയർ ഷോ നടന്നു. കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ ഷോ കാണുവാനായി സിനിമയിലെ താരങ്ങളെത്തി. യമുനേച്ചി വേണോട്ടനില്ലേ? ആ ഉണ്ടല്ലോ, ഞാൻ അകത്തേക്ക് വന്ന്. വേണോട്ടാ, ഒറ്റ മിനിറ്റ്, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇത് നീ വേറെ ആരോടോ പറഞ്ഞോ? ചവിട്ടി ഞെരിച്ച് കൊന്നുകളി ഞാൻ. ഇത് ചില്ലറ കളിയല്ല, എല്ലാറ്റിലും നല്ല ശബ്ദമാണ്. തെളിവിന് ഇന്ന് രാത്രി നമുക്കൊന്ന് പോയി നോക്കിയാലോ? കുളിസീൻ കാണാൻ പോലെ എനിക്ക് പണി. കുളിസീനല്ല, കുളിമുറിക്ക് പുറത്തല്ലേ സീൻ. സെന്ന ഹെഗ്ഡെയുടെ മൂന്നാമത്തെ സിനിമയാണ് അവിഹിതം. കാസർഗോഡ് ഭാഷയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഉണ്ണിരാജ് ചെറുവത്തൂർ, രഞ്ജിത്ത് കാങ്കോൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് അവിഹിതമെന്ന് സിനിമാ താരം CP ശുഭ പറഞ്ഞു. സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത അവിഹിതം എന്ന സിനിമ കാണാനാണ് നമ്മളിവിടെ എത്തിയത്. ഇതിൽ ചെറിയൊരു റോള് ചെയ്തിട്ടുമുണ്ട്. സിനിമയുടെ ഒരു പ്രത്യേകത, ഒരു ഗ്രാമത്തിലെ ഒരു വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു നാടുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യത്തിൻ്റെ ഒരു അന്വേഷണമായി ഉള്ള ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതേ ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു സിനിമ.
ഇതിന് വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലെങ്കിലും മനുഷ്യരെ ഉള്ളിൽ തൊടുന്ന ഒരുപാട് സംഭവങ്ങൾ ചിരിക്കാനും മുഴുനീളം ആസ്വദിക്കാനുമുള്ള എലമെന്റ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് സന്തോഷം. നോട്ട് ജസ്റ്റ് എ മാൻസ് റൈറ്റ് എന്ന ടാഗ് ലൈനോടെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം അംബരീഷ് കളത്തറ, സെന്ന ഹെഗ്ഡെ എന്നിവർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. E4 എക്സ്പെരിമെന്റ്സ്, ഇമേജിൻ സിനിമാസ്, മാരുതി ടാക്കീസ് എന്നീ ബാനറിൽ മുകേഷ് ആർ മേത്ത, ഹാരിസ് ദേശം, PB അനീഷ്, CV സാരഥി, സെന്ന ഹെഗ്ഡെ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സെന്ന ഹെഗ്ഡെ സാറിൻ്റെ ഒരു നല്ല സിനിമയിൽ ഭാഗമാക്കുവാൻ സാധിച്ചതിൽ ഒരു സന്തോഷ നിമിഷമാണിത്. കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു പുതിയൊരു അനുഭവമായിട്ടാണ് ഇത് തോന്നിയത്. ഒരു ചെറിയ കഥ, അതിലൊരു ആശാരി മാധവൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എന്നിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ അതിന് ഈ ഒരു നന്ദി പറയേണ്ട ഒരു നിമിഷം കൂടിയാണിത്. എനിക്ക് ഈ സിനിമയിൽ ചെറിയൊരു വേഷം സെന്ന ഹെഗ്ഡെ സാർ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ സുധീഷ് ഗോപിനാഥനും ലിജിലോടും ശങ്കരോടും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരോടും നന്ദി പറയുന്നുണ്ട്. എന്തായാലും ഈ സിനിമ എല്ലാവരും കാണണം. നല്ല സിനിമ ആയിരിക്കുമെന്ന് ഇതിൻ്റെ കണ്ടൻറ്റ് ഓരോ പഞ്ച് ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നല്ല സിനിമയായിരിക്കും. അവിഹിതം എന്ന സിനിമയിൽ ഞാനൊരു വേഷത്തിലെത്തുന്നുണ്ട്. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമ നല്ല കുടുംബ പ്രേക്ഷകർക്ക് അതിമനോഹരമായ സിനിമ നൽകിയ സെന്ന ഹെഗ്ഡെ സാറാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പം കുടുംബ പ്രേക്ഷകർ ഒന്നിച്ച് എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. സെന്ന സാറിൻ്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ആദ്യം 1744 വൈറ്റ് ആൾട്ടോ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോഴും നല്ലൊരു കഥാപാത്രം തന്നെയാണ് സാർ എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഒരാൾക്ക് ഹിതമായിരിക്കുന്നത് മറ്റൊരാൾക്ക് അവിഹിതമായിരിക്കാം. അപ്പോൾ ഇത് ഹിതമായിട്ടുള്ള ഒരു അവിഹിതമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ആദ്യത്തെ സിനിമയിലൂടെ തന്നെ ലോക മലയാളികളെ അമ്പരപ്പിച്ച സംവിധായകനാണ് നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ പ്രിയപ്പെട്ട സെന്ന ഹെഗ്ഡെ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കൂടി ഇപ്പോൾ റിലീസാവുകയാണ്, അവിഹിതം എന്നുള്ള ഈ ചിത്രം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളതും. ഇതിൻ്റെ കഥയും ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ വശങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. സുധീഷ് സാറ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് ആഗ്രഹം സാധിച്ചു. അങ്ങനെ ഞാൻ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പേര് പോലെ അല്ല സിനിമ എന്ന് പല പരസ്യങ്ങളിലൂടെയും മറ്റും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ വർഷങ്ങളോളം ഞാൻ നാടകരംഗത്ത് നിന്നൊരു വ്യക്തിയാണ്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വേഷം എനിക്ക് സെന്ന സാർ ഈ ഒരു സിനിമയിൽ തന്നിട്ടുണ്ട്. ശ്രീരാജ് രവീന്ദ്രൻ, രമേശ് മാത്യൂസ് എന്നിവർ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നു. ഒരുപോലെ ചിരിക്കാനും സമൂഹത്തിൽ നടക്കുന്നതുമായ പലതരം രംഗങ്ങൾ കോർത്തിണക്കിയതാണ് ചിത്രം. വെള്ളിയാഴ്ച മുതൽ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ചിന്മയ വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ കണ്ടൽ തൈ വച്ചുപിടിപ്പിച്ചു. കടൽ തീരം ശുചീകരണവും നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ചിന്മയ വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ കണ്ടൽ തൈ വെച്ചുപിടിപ്പിക്കലും കടൽ തീരം ശുചീകരിക്കലും നടത്തിയത്. പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ PV ദിവാകരൻ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ സമയം അത്ര നല്ല ഒരു സമയത്തല്ല, അതുകൊണ്ട് നമുക്ക് ഒന്ന് കടൽ ശുചീകരണവും രണ്ട് കണ്ടൽ വനവൽക്കരണമാണ് നമ്മളിന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ കടലോരം ശുചീകരിച്ചിട്ട് നമ്മളിവിടേക്ക് വന്നു. പിന്നെ നമ്മൾ എൻ്റെ ഒരു ഔഷധത്തോട്ട സന്ദർശിച്ച് കുറച്ച് ഔഷധ ചെടികളെ കുറിച്ച് പരിചയപ്പെടുത്തി. നമ്മൾ കണ്ടൽക്കാടുകൾ ഇന്നത്തെ കാലത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്ന് ഒരുപാട് മഴക്കാടുകൾ അപേക്ഷിച്ച് 30 ഇരട്ടിയിലധികം കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആഗോള താപനം നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ വായുവിലെയും വെള്ളത്തിലെയും എല്ലാം വളരെ കണ്ടൽ തൈകൾ വിതരണം ചെയ്യുന്നതോടൊപ്പം കണ്ടൽ ചെടികളുടെ പരിസ്ഥിതി പ്രാധാന്യവും തീരസംരക്ഷണത്തിലെ പങ്കും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. പണ്ടിലെ ആൾക്കാർ പിന്നെ ആൺകുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് പായസം വെച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് ആ പുത്രൻ ജീവാനിലെ പേര് വന്നത്. അപ്പോൾ അതിനപ്പുറത്ത് കാണുന്നത് പൂതംകൊല്ലി പറഞ്ഞൊരു മരമാണ്. ഉണ്ട് അത് പൂതംകൊല്ലി, അതൊരു ഔഷധ മരം തന്നെയാണ്. അത് ഇവർ മറ്റേ ഇങ്ങനെ ചില കർമ്മങ്ങളിലൊക്കെ ഉറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന
പിന്നെ ഇത് ചെമ്മരം എന്ന് പറയും, അല്ല ഇത് പിന്നെ നാഗലിംഗമരം എന്ന് പറയും. ഇതിൻ്റെ പൂവിനകത്ത് ഇങ്ങനെ ശിവലിംഗം കണക്കെ ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ പേര് വന്നു. ഇത് അധികം പിന്നെ കാവുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടി നാഗലിംഗമരം. ഇത് ചെമ്മരം എന്ന് പറയും. ചെമ്മരം എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ബ്ലഡ് ക്യാൻസറിന് ഒരൊറ്റ മൂലിയായിട്ട് ഉപയോഗിക്കുന്ന ആയുർവേദത്തിൽ പിന്നെ പാരമ്പര്യ വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തൊലി. സമുദ്രജീവിതം സംരക്ഷിക്കാനുള്ള ബോധവൽക്കരണം കൂടി ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു തീരശുചീകരണം. പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സജീവമായി പങ്കെടുത്തു. PV ദിവാകരന, അധ്യാപിക പ്രീജ, ആദിൽ കൃഷ്ണ എന്നിവർ ചേർന്ന് സേവനങ്ങൾക്കുള്ള ആദരസൂചകമായി ഉപഹാരം നൽകി. അധ്യാപിക പ്രീതി, ദിവാകരൻ, ജിതിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷകരുടെ ഭൂവിവരങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കുന്നതിന് വില്ലേജ് ഓഫീസർമാർക്ക് അനുവദിച്ച അഗ്രിസ്റ്റാക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ പിൻവലിച്ച് ഓൺലൈൻ പോർട്ടൽ ആവിഷ്കരിക്കണമെന്ന ആവശ്യം. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം നടന്നു. KRDSA കർഷകരുടെ ഭൂവിവരങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കുന്നതിന് വില്ലേജ് ഓഫീസർമാർക്ക് അനുവദിച്ച അഗ്രിസ്റ്റാക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ പിൻവലിച്ച് ഓൺലൈൻ പോർട്ടൽ ആവിഷ്കരിക്കണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ ആധാർ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ മുഖം ആപ്ലിക്കേഷന്റെ പ്രവർത്തന ഇടവേളകളിൽ തിരിച്ചറിയലിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് വില്ലേജ് ഓഫീസ് മാനുവലിന് വിരുദ്ധമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. KRDSA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ഷാനവാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സമ്മേളനം ഔദ്യോഗികർക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ ഉദ്ഘാടനം വിട്ടുപോകും, ഞാൻ എന്തിനാണ് വന്നത്, നമ്മൾ എന്തിനാണ് വന്നത് എന്നുള്ള ആ ഒരു രീതിയൊക്കെ മറന്നു പോകുന്നുള്ളതാണ് ആദ്യം തന്നെ ഉദ്ഘാടനം നിർവഹിച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പരാമർശിച്ചു പോയിട്ടുണ്ട്. കാരണം അങ്ങനെ സംഘടന KRDSAയുടെ സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ടുള്ള ഒരു കുറിപ്പ് തന്നുകൊണ്ട് ഉദ്ഘാടകരോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാലത്ത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. നമ്മുടെ റവന്യൂ വകുപ്പിന്റെ ഇന്നത്തെ അവസ്ഥ, അതേപോലെ തന്നെ ഇന്ന് സർവീസ് മേഖലയിലുള്ള പുതിയ ജീവനക്കാരും അതേപോലെ തന്നെ പഴയ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് KRDSA ഇതേപോലുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കണമെന്ന് എല്ലാ ഉദ്ഘാടകരോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം എറിക് ഓക്സ്ഫാം എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്, ഞാൻ അങ്ങനെ തുടങ്ങി. എറിക് ഓക്സ്ഫാം എന്ന് പറയുന്ന ചരിത്രകാരനുണ്ട്. പക്ഷേ ഹിസ്റ്ററിയും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും ഒക്കെ പഠിച്ചിട്ടുള്ള, ഡിഗ്രി തലത്തിലെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എറിക് ഓക്സ്ഫാമിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരുപക്ഷെ 1980കളിലും 90കളിലൊക്കെ തന്നെയും ഒരു ദൈക്ഷണികമായിട്ടുള്ള ആ ലോകത്തെ ഫിലോസഫിക്കലായിട്ടും അതേപോലെ ചരിത്രപരമായിട്ടും പൊളിറ്റിക്കൽ സയൻസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന മാരകനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള എറിക് ഓക്സ്ഫാമിനോട് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു അക്കാദമിക സെമിനാറിനിടയ്ക്ക് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും ഉപകാരപ്രദമായ സബ്ജക്റ്റ്, വിഷയം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉപകാരപ്രദമായ, ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും ഉപകാരപ്രദമായുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ചരിത്രമാണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് നമ്മളെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. കോണ്ടത്തിന്റെ 100 വർഷമൊക്കെയാണ്. അതേപോലെയാണ് രണ്ടാമത്തെ ഏറ്റവും ഉപകാരപ്രദമായുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. കൃത്രിമ ബുദ്ധിയുടെ കാലത്ത് തൊഴിൽ മേഖലകളെല്ലാം തന്നെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിൽ സംരക്ഷണത്തിനായുള്ള ജീവനക്കാരുടെ യോജിച്ചുള്ള സമരങ്ങൾ അനിവാര്യമാണെന്നും റവന്യൂ വകുപ്പിന്റെ 2ാം ഘട്ട പുനഃസംഘടനയെപ്പറ്റി KRDSAയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KRDSA താലൂക്ക് പ്രസിഡന്റ് നാമദേവൻ P അധ്യക്ഷത വഹിച്ചു. കവിത P രക്തസാക്ഷി പ്രമേയവും മാധവ രഞ്ജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഷഫീർ MC പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മോഹനൻ സംഘടനാ റിപ്പോർട്ടും താലൂക്ക് സെക്രട്ടറി ജിഷാദ് ശങ്കർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ശ്രീജി തോമസ്, സനൂപ് P എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി നാമദേവൻ P-യെയും വൈസ് പ്രസിഡന്റായി സൗമ്യ നാരായണനെയും സെക്രട്ടറിയായി അനിൽകുമാർ PP-യെയും ജോയിന്റ് സെക്രട്ടറിയായി ബൈജു M-നെയും ട്രഷററായി കവിത P-യെയും വനിതാ കമ്മിറ്റി പ്രസിഡന്റായി സൗമ്യ നാരായണനെയും സെക്രട്ടറിയായി നീതു V-യെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ സ്വർണ്ണാഭരണം മോഷണം പോയതായി പരാതി. ദേവസ്വം ഓഡിറ്റിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുണ്ടെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. ക്ഷേത്രങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന് BJP ആവശ്യപ്പെട്ടു. സീതാംകുളിയിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ 5 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ഞായറാഴ്ച രാത്രിയാണ് സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ കെ ആണ് ശിക്ഷ വിധിച്ചത്. കാസർഗോഡ് ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി വിദ്യാനഗർ തിരഞ്ഞെടുക്കപ്പെട്ടു. സെപ്റ്റംബർ മാസത്തിൽ വിവിധ മേഖലകളിൽ മികവാർന്ന സേവനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം. വളാന്തോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടമൊരുങ്ങി. സ്കൂളിലെത്തുന്നവർക്ക് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറുകയാണ് പൂന്തോട്ടം. മഞ്ചേശ്വരം കടമ്പാറിൽ യുവദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആത്മഹത്യക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ബേക്കൽ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് സമാപനം. ഉദുമ GHSS ഓവറോൾ ചാമ്പ്യന്മാർ. ഹോസ്ദുർഗ് ഉപജില്ലാ കായികമേള 2 ദിവസം പിന്നിടുമ്പോൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.